എല്ലാവർക്കും എന്റെ നമസ്കാരം. ആധുനികനായ ശ്രീനാരായണ ഗുരു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. കേരളീയ സമൂഹത്തിന് നവോത്ഥാന വെളിച്ചം പകർന്നു തന്ന പുണ്യ മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് അദ്ദേഹം. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരു. ജാതിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിടിയിലമർന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു അദ്ദേഹം. ഒരു ജനതയെ ആത്മാഭിമാനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പതിറ്റാണ്ടുകൾക്കിപ്പുറവും ആ ജനതയുടെ ചിന്തകളിൽ ഉണർന്നിരിക്കുന്ന മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ച മഹാഗുരു. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. നാടു എന്ന പേരിലാണ് കുട്ടിക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. സിദ്ധാർത്ഥനിൽ നിന്ന് ബുദ്ധനിലേക്ക് എന്ന പോലെ നാടുവാശാലിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിലേക്കുള്ള പരിണാമം ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു മഹാപ്രയാണമാണ്. ശ്രീയും നാരായണനും ഗുരുവും ചേർന്ന ആ നാമം സകലവിധ അനൈശ്വര്യങ്ങളുടെയും സർവ്വവിധ മനുഷ്യത്വ വിഹീനതയുടെയും സകലവിധമായ ഇരുട്ടുകളുടെയും നിർമ്മാർജ്ജനത്തിന് കേരളക്കരയിൽ ഉദിച്ച സൗര തേജസ്സാണ്. ലോകത്തിന് അമൂല്യമായ പല സന്ദേശങ്ങളും അദ്ദേഹം നൽകി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടിച്ച് ശക്തരാവുക എന്നിവ അവയിൽ ഏതാനും ചിലതു മാത്രം. ഗുരുദേവന്റെ കാലഘട്ടം അന്ധവിശ്വാസങ്ങളും ജാതീയ മതിലുകളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രങ്ങളിൽ പോലും പ്രവേശനം നിഷേധിച്ചിരുന്നു. കേരളത്തിലെ ജാതി പ്രശ്നങ്ങളെ ശക്തമായി എതിർക്കാനും അതിനെതിരെ കൃത്യമായ നിലപാടെടുക്കാനും ഗുരുവിന് കഴിഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അരുവിപ്പുറത്ത് അദ്ദേഹം ശിവക്ഷേത്രം പണിതത്. ആ ക്ഷേത്ര ചുമരിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതിയത് ജാതിചിന്ത ഇല്ലാതാക്കാനാണ്. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ഷേത്ര പ്രതിഷ്ഠകൾ എന്നിവയെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ദൂരദർശിയായ നേതൃത്വത്തിന്റെ തെളിവുകളാണ്. അരുവിപ്പുറം ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് അവിടുത്തെ ഭക്തജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടന്നിരുന്ന വാവൂട്ട് യോഗമാണ് SNDP യോഗമായി മാറിയത്. കേരളത്തിന്റെ ഒട്ടാകെയുള്ള പുരോഗതിക്ക് ഗുരു സ്വീകരിച്ച പ്രവർത്തന മാർഗം ഏറ്റവും പുരോഗമനാത്മകമായിരുന്നു. പടിപടിയായി വളർന്നു വരുന്ന കേരളത്തിന്റെ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഒന്നാം ഘട്ടത്തെയാണ് ഗുരുവും അദ്ദേഹം നയിച്ച പ്രസ്ഥാനവും പ്രതിനിധീകരിച്ചത്. ജാതിമത ശക്തികൾ ശക്തരായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുദേവ ദർശനത്തിന്റെ പ്രസക്തി ഏറി വരികയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഏതൊരു നാടിന്റെയും പുരോഗതിയുടെ അടിസ്ഥാനം വിദ്യാഭ്യാസമാണ്. ഇത് കാലെക്കൂട്ടി മനസ്സിലാക്കുവാൻ ഗുരുവിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ അദ്ദേഹം അന്നേ പറഞ്ഞത്. അതിനാൽ വിദ്യാർത്ഥികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയായിരിക്കണം ഗുരുദേവന്റെ ആശയങ്ങളെയും സ്വപ്നങ്ങളെയും കാത്തു സൂക്ഷിക്കുക എന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കുന്ന ജനാധിപത്യം, മാനവാവകാശം, ലിംഗസമത്വം, മതസൗഹൃദം എന്നിവയുടെ എല്ലാം വിത്തുകൾ അദ്ദേഹം വളരെ മുൻപേ വിതറി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാലത്തേക്കാൾ മുന്നിൽ നടന്ന ആധുനികനായ മഹാനായകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ, രാഷ്ട്രീയത്തിൽ, നമ്മുടെ സമൂഹത്തിൽ കലഹങ്ങളും ഭിന്നതകളും നിറഞ്ഞിരിക്കുമ്പോൾ ഗുരുദേവന്റെ വാക്കുകൾ എത്രത്തോളം പ്രസക്തമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക, വാദം വേണ്ട. ആശയങ്ങൾ പ്രവൃത്തിയിലേക്ക് മാറ്റുമ്പോഴേ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനാകൂ. പ്രിയ സുഹൃത്തുക്കളെ, ഗുരുദേവന്റെ ദീപശിഖ ഇന്നും നമ്മെ വിളിക്കുന്നു. മതജാതി ഭേദങ്ങളില്ലാതെ അറിവും സ്നേഹവും നിറഞ്ഞൊരു സമൂഹം സൃഷ്ടിക്കാൻ നമുക്ക് ഓർക്കാം. ശ്രീനാരായണ ഗുരു വെറും ഒരു ചരിത്രം മാത്രമല്ല, ജീവിക്കുന്ന ഒരു ദർശനമാണ്. അദ്ദേഹത്തിന്റെ വഴി നമ്മുടെ വഴിയാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.